അളവിനായിട്ട് വെച്ച് ഒരു നൈറ്റി കട്ട് ചെയ്ത് സ്റ്റിച്ച് ചെയ്യാം. ആദ്യം തുണിയെ 4 ആക്കി മടക്കിയിടുക. അതിന് ശേഷം നമ്മൾ തയ്ക്കാൻ ഏതാണോ നമ്മൾ അളവിനായിട്ട് വെച്ചാൽ അത് ആ തയ്ക്കാൻ വെച്ച് നൈറ്റി തുണിയുടെ മേലേക്ക് വെച്ചെടുക്കുക. എല്ലാം ശരിക്ക് നിവർത്തി നല്ല രീതിയിൽ നന്നാക്കി വെച്ചെടുക്കുക. ഇറക്കമൊക്കെ നല്ല രീതിയിലാക്കിയിട്ട് വെച്ചെടുത്തതിന് ശേഷം ആദ്യം നമ്മൾ കഴുത്തിൻ്റെ വൈഡ് മാർക്ക് ചെയ്ത് കൊടുക്കുക. നെക്കിൻ്റെ ഭാഗത്ത് അത് നെക്ക് മാർക്ക് ചെയ്തതിന് ശേഷം 1/4 ഇഞ്ച് നമ്മൾ ഉള്ളിലേക്ക് മാർക്ക് ചെയ്ത് കൊടുക്കുക. പിന്നെ നമ്മൾ ഷോൾഡർ മാർക്ക് ചെയ്ത് കൊടുക്കുക. ഷോൾഡറിന് 1/2 ഇഞ്ച് പുറത്തേക്ക് മാർക്ക് ചെയ്ത് കൊടുക്കുക. പിന്നെ സ്ലീവിൻ്റെ കൈക്കുഴീൻ്റെ ഭാഗം അത് നന്നായിട്ട് വലിച്ച് പിടിച്ചതിന് ശേഷം അവിടെ മാർക്ക് ചെയ്ത് കൊടുക്കുക. പിന്നെ ഫ്രണ്ട് നെക്ക് ഇറക്കാണ്. അത് ഇറക്കം മാർക്ക് ചെയ്തതിന് ശേഷം മുകളിലേക്ക് ഒരു 1/4 ഇഞ്ചും കൂടെ മാർക്ക് ചെയ്ത് കൊടുക്കുക. ഇനി നൈറ്റി മാറ്റിയതിൻ്റെ ശേഷം നമുക്ക് വരച്ചെടുക്കുക. ഇതുപോലെ മാർക്ക് ചെയ്തതിന് ശേഷം ആം ഹോൾ മാർക്ക് ചെയ്ത് കൊടുക്കുക. ഇവിടെ 2 ഇഞ്ച് കർവ് മാർക്ക് ചെയ്ത് കൊടുക്കുക. 2 ഇഞ്ചോ 1.5 ഇഞ്ചോ 1 ഇഞ്ചോ എത്ര വേണമെങ്കിലും മാർക്ക് ചെയ്ത് കൊടുക്കുക. അതൊക്കെ ഓരോരുത്തർ ശരീരത്തിൻ്റെ ഇതിനനുസരിച്ച് വേണമെങ്കിൽ മാർക്ക് ചെയ്ത് കൊടുക്കുക. പിന്നെ നമ്മൾ ഹാം ഹോളിൻ്റെ അവിടെ നമ്മൾ ചെസ്റ്റിൻ്റെ ഭാഗം അതുപോലെ നന്നായിട്ട് നിവർത്തി പിടിച്ചതിന് ശേഷം നമ്മൾ ചെസ്റ്റിൻ്റെ വണ്ണം മാർക്ക് ചെയ്ത് കൊടുക്കുക. അത് കഴിഞ്ഞ് 1.5 ഇഞ്ച് നമ്മൾ കയ്യെത്തുമ്പോൾ മാർക്ക് ചെയ്ത് കൊടുക്കുക. ഇതുപോലെ ശരിക്ക് വെച്ചിട്ട് ആ 1.5 ഇഞ്ച് തയ്യൽ തുമ്പിലൂടെ താഴേക്ക് മാർക്ക് ചെയ്ത് കൊടുക്കുക. പിന്നെ അടിഭാഗം നമുക്ക് എത്രയാണോ ഇറക്കം വേണ്ടത് വെച്ചാൽ അത് മാർക്ക് ചെയ്തതിന് ശേഷം 1.5 ഇഞ്ച് തയ്യൽ തുമ്പും കൂടെ മാർക്ക് ചെയ്ത് കൊടുക്കുക. പിന്നെ സ്ലീവ് മാർക്ക് ചെയ്ത് കൊടുക്കുക. ഇതിൻ്റെ അവിടുന്ന് തന്നെ നമ്മൾ ഷോൾഡർ വെട്ടിയില്ല, ആം ഹോൾ വെട്ടി അവിടുന്ന് തന്നെ കയ്യിനും നമ്മൾ മാർക്ക് ചെയ്ത് കൊടുക്കുക. ഇതുപോലെ മാർക്ക് ചെയ്യുക. കഴുത്ത് നമ്മൾ ബാക്ക് കഴുത്ത് അത് മാർക്ക് ചെയ്ത് അതുപോലെ ചെയ്യുക. ഇതുപോലെ നമ്മൾ ബോക്സാക്കി വരച്ചെടുത്തില്ല അവിടെ മാർക്ക് ചെയ്ത് വെക്കുക. പിന്നെ 1/2 ഇഞ്ച് ഷോൾഡർ സ്റ്റോപ്പ് ചെയ്ത് വെട്ടുക. അതെന്ന് വെച്ചാൽ നമ്മൾ കഴുത്ത് ബാക്കിലേക്ക് ഇങ്ങനെ പോവാതിരിക്കാൻ വേണ്ടിയിട്ടാണ്. ഫ്രണ്ട് കഴുത്ത് ബാക്കിലേക്ക് പോവാതിരിക്കാൻ വേണ്ടിയിട്ടാണ്. സ്ലീവ് ഇതുപോലെ വെട്ടിയെടുക്കുക. ഇപ്പോൾ കൂടുതൽ കയ്യിറക്കമൊക്കെ വേണമെന്നുണ്ടെങ്കിൽ ഒരു 5.5 ഇഞ്ചിലൊക്കെ മാർക്ക് ചെയ്തിട്ട് വെട്ടിയെടുക്കുകയാണ് നല്ലത്. അപ്പം ഒരു 16 ഇഞ്ച് 17 ഇഞ്ചൊക്കെ സ്ലീവ് കിട്ടും. ഇനി സൈഡ് വെട്ടിയെടുക്കുക. പിന്നെ ബാക്കിനേക്കും വെട്ടുക. ഫ്രണ്ടിനേക്ക് വെട്ടരുത്. ക്യാൻവാസിൽ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഫ്രണ്ടിനേക്ക് വെട്ടി മാറ്റരുത്. പിന്നെ കൈയിൻ്റെ ഇറക്കം ഇവിടെ ഞാൻ 9 ഇഞ്ചാണ് എടുത്തത്. 1/2 ഇഞ്ച് നമ്മൾ തയ്ക്കണ അവിടെ 1/4 ഇഞ്ചോളം പോകും. പിന്നെ നമ്മൾ കൈയിൻ്റെ അവിടെ മടക്കി തയ്ക്കുമ്പോൾ അവിടെ ഒരു 1.5 ഇഞ്ച് അവിടെയും പോകും. പിന്നെ ഈ ഭാഗത്ത് 1 ഇഞ്ച് മാർക്ക് ചെയ്ത് കൊടുക്കുക. 1 ഇഞ്ച് മാർക്ക് ചെയ്ത് നമ്മൾ ആ കൈയിൻ്റെ അവിടെ നിന്ന് ഷേപ്പ് ചെയ്ത് വെട്ടി കൊടുക്കുക. കയ്യിന് കൂടുതൽ ഇറക്കം വേണമെന്നുണ്ടെങ്കിൽ ആ നൈറ്റിയുടെ സൈഡിൽ നിന്ന് കട്ട് ചെയ്തെടുത്തിട്ടുള്ള ആ തുണി അതോടെ ഇവിടെ വെച്ച് കൊടുക്കുക. നെക്ക് ഇതുപോലെ ഒരു ക്യാൻവാസിൻ്റെ ഇതിൽ മാർക്ക് ചെയ്ത് എടുത്തിട്ടുണ്ട്. തുണിയൊക്കെ വെച്ച് തയ്ച്ചെടുത്തതാണ്. അതിൻ്റെ സെൻറ്ററിൽ കട്ട് ചെയ്തെടുത്തിട്ട് നമ്മൾ ഇഷ്ടത്തിന് നമുക്ക് എങ്ങനെ വേണമെങ്കിലും നെക്ക് ഡിസൈൻ ചെയ്തെടുക്കാം.
ഇതുപോലെ വെച്ച് കൊടുക്കുക. പിൻ ചെയ്തതിന് ശേഷം കഴുത്ത് ഇതേപോലെ തയ്ച്ചെടുത്തിട്ട് കട്ട് ചെയ്ത് വെക്കുക. ആ മൂലയിലൊക്കെ ഓരോ വെട്ട് കൊടുക്കുക. അപ്പോൾ ശരിക്കും മറിഞ്ഞ് ഫ്രണ്ടിലേക്ക് മറിഞ്ഞ് വരാൻ ഒരു ബുദ്ധിമുട്ടില്ലാതെ മറിഞ്ഞ് വരുന്നുള്ളൂ. നെക്കിൻ്റെ അവിടെ ഒരു പ്രസ്സടിയും കൂടെ കൊടുക്കുക. പിന്നെ ഭംഗിക്ക് വേണ്ടി ഒരു ലേസും കൂടെ വെച്ചെടുക്കുന്നുണ്ട്. പിന്നെ ക്രോസ് പീസ് കട്ട് ചെയ്തെടുക്കുക. അത് ബാക്കിൽ നെക്ക് തയ്ച്ചെടുക്കാൻ വേണ്ടിയിട്ടാണ്. അത് ഇതുപോലെ അറ്റാച്ച് ചെയ്ത് ഇതുപോലെ തയ്ച്ചെടുക്കുക. ഇനി ഷോൾഡർ ജോയിൻ ചെയ്യുക. ഷോൾഡർ മറ്റ് രണ്ട് രീതിയിലും ജോയിൻ ചെയ്യുക. ഞാനിങ്ങനെയാണ് ചെയ്യുന്നത്. പിന്നെ രണ്ട് സൈഡിലും തയ്ച്ചെടുക്കുക. രണ്ട് സൈഡും തയ്ച്ചെടുത്തിട്ടുണ്ട്. അടിഭാഗം മടക്കി അടിച്ചിട്ടുണ്ട്. ഈ സ്ലീവിൻ്റെ ആ ഭാഗം നമ്മൾ അടിഭാഗം മടക്കി തയ്ക്കുക. ഒരു ലേസും കൂടെ അടിഭാഗത്ത് വെച്ച് കൊടുക്കുന്നുണ്ട്. ഇനി സ്ലീവ് ജോയിൻ ചെയ്യുക. നൈറ്റിയുടെ സെൻറ്റർ ഭാഗം, ഷോൾഡറിൻ്റെ സെൻറ്റർ ഭാഗം സ്ലീവിൻ്റെ സെൻറ്റർ ഭാഗം കൂടെ ചേർത്ത് തയ്ച്ചു കൊടുക്കുക. അങ്ങനെ ആകുമ്പം അത് എൻഡിലേക്ക് വരുമ്പോൾ ഒരു ഭാഗം കൂടുതൽ ഒരു ഭാഗം കുറവായിട്ട് വരില്ല. അതിനുശേഷം ഇത് നൈറ്റിയുടെ മുകളിൽ വെച്ചിട്ട് ഇതുപോലെ നമ്മൾ ഷേപ്പ് മാർക്ക് ചെയ്തെടുക്കുക. എന്നിട്ട് തയ്ച്ചെടുക്കുക. അതാണ് അതിൻ്റെ ഫൈനൽ ലുക്ക് വരുന്നത്.